ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു നല്ല ഈവനിങ് സ്നാക്കാണ്. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. കണ്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, നല്ല നൈസ് പൊടി. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വേണേലും ഇടുക. അത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണിത്. അതും കൂടി ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. നമ്മൾ കുറച്ചല്ലേ തൈര് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിക്കുക, അല്ലെ വെള്ളം കൂടിപ്പോകരുത്. കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ചൊന്ന് ഇത് ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു മണിക്കൂറെങ്കിലും മൂടി വെക്കുക. ഇനി എരിവിനായിട്ടൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂറോളമായി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അതും ഇനി കനം കുറച്ച് നമുക്കൊന്ന് അരിയണം, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില, അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചത് ചൂടാകുമ്പോഴത്തേന് നമുക്കിതിഞ്ഞ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്പൂണ് കൊണ്ട് കുറേശ്ശെ കോരിയിരിക്കുക. എങ്ങനെ വേണേലും അങ്ങോട്ടോ, കൈ കൊണ്ട് വേണേലും ഇടാം, നമുക്ക് സ്പൂൺ കൊണ്ട് വേണേലും ഇടാം. നല്ല ബോൾ പോലെയായിട്ട് വരും, ഇത് പൊന്തി വരും. തിരിച്ച് മറിച്ചു വിട്ട് നമ്മൾ ഇടുമ്പോൾ നല്ല ചൂട് വേണം എണ്ണയ്ക്ക്. അതിന് ശേഷം തീ ഇച്ചിരി കുറയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അകം വേവുകയില്ല. നല്ലൊരു ഗോൾഡൻ കളറായി, ബ്രൗൺ കളറായി. ഇനി അടുത്തും ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്തവണ ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത്. നമ്മളിങ്ങനെ ഇച്ചിരി വെള്ളം കൈ നനച്ചിട്ട് ഉരുട്ടി അങ്ങ് ഇട്ടാൽ മതി. എങ്ങനെ വേണേലും ഇടാം. നമ്മളിത് ഇട്ടതിന് ശേഷം എപ്പോഴും തീ കുറച്ച് വെക്കണം, എന്നാലേ ഉള്ളൂ നല്ലതായിട്ട് പുറം മുരിഞ്ഞും അകം വെന്തും കിട്ടുള്ളൂ. നമുക്കത് ഒന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതങ്ങനെ എണ്ണയൊന്നും കുടിക്കുകയല്ലോ കേട്ടോ, അധികം എണ്ണയൊന്നും വേണ്ട ഇതിന്. ബാക്കിയുള്ള മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്നാക്ക് റെഡിയായി. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, എന്നാകെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേന് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു സ്നാക്കാണ് ഇത്.
ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടി നമുക്കിത് കഴിക്കാം.